السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 85-ാമത്തെ ആയത്തിൻ്റെ 4-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ പക്കൽ നിന്നും കരാറെടുത്ത വിഷയങ്ങളായിരുന്നു. അവർ പരസ്പരം രക്തം ചിന്തുകയില്ല എന്നതും, അതുപോലെ അവർ പരസ്പരം അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുകയില്ല എന്നതുമായ കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ പക്കൽ നിന്നും എടുത്ത കരാറുകളായിരുന്നു. എന്നാൽ മദീനയിൽ താമസിച്ചിരുന്ന യഹൂദികൾ അവർ അറബികളിൽപ്പെട്ട ഗോത്രങ്ങളുമായി സഖ്യത്തിലായിരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ബഹുദൈവ വിശ്വാസികളായ അറബികൾക്കിടയിൽ അങ്ങ് മദീനയിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ ആ യുദ്ധത്തിൽ ഈ യഹൂദികൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ തുടർന്ന് യഹൂദികൾ പരസ്പരം അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ യഹൂദികൾ അവരുടെ സ്വന്തക്കാരെ ബന്ദികളായി പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പ്രായശ്ചിത്തമായ ഫിദിയ അവർ പരസ്പരം നൽകുകയും അങ്ങനെ ആ മോചനമൂല്യം കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. യഹൂദികളുടെ ഈ നടപടിയെ അതിരൂക്ഷമായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഈ 85-ാമത്തെ ആയത്തിലൂടെ വിമർശിക്കുന്നത്. കുറ്റവും അതിക്രമവും വഴി അവർക്കെതിരിൽ നിങ്ങൾ പരസ്പരം പിന്തുണ നൽകുകയാണ് എന്ന് അവരെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൽ യഹൂദികളിൽപ്പെട്ട യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നത് അത് വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു രീതിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത്. ഈ യഹൂദികൾ അവർ ചെയ്ത കുറ്റവും അതിക്രമവും അത് തൗറാത്തിനോടുള്ള അവിശ്വാസമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സത്യവിശ്വാസികളായ ഒരു സമുദായം അവർ ഒരേ ദേഹം പോലെ ഏകോദര സഹോദരന്മാരായി കഴിഞ്ഞുകൂടേണ്ട ആളുകളാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിലും മൂസാ നബി അലൈഹിസ്സലാമിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ യഹൂദികൾ അവർ മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ തൗറാത്ത്, ആ തൗറാത്തിലെ എല്ലാ നിയമങ്ങളും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതരായ ഒരു സമൂഹമാണ്. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൗറാത്തിന്റെ വിധികൾ അനുസരിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാമെന്ന് അള്ളാഹുവോട് പ്രതിജ്ഞ എടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ചില വിധികൾ അത് തങ്ങൾ അനുഷ്ഠിക്കാമെന്നും മറ്റു ചില കാര്യങ്ങൾ, മറ്റു ചില വിധികൾ അത് ഞങ്ങൾ അനുസരിക്കുകയില്ല, അത് ഞങ്ങൾ തിരസ്കരിക്കുകയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ന്യായവുമില്ലാതെ യഹൂദികളുടെ അന്യായമായ ഒരു പിടിവാശി മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചത്, അഫതുമിനൂന ബിബഅദിൽ അപ്പോ വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗത്തിൽ നിങ്ങൾ അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന യഹൂദികളോട് വളരെ ഗൗരവത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ.
എന്നാൽ നിങ്ങളിൽ അപ്രകാരം ചെയ്യുന്നവരുടെ പ്രതിഫലം ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നും അല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ വളരെ നിന്ദ്യമായിട്ടുള്ള അവസ്ഥ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞ പോലെ അവരുടെ നിന്ദ്യത, ആ യഹൂദികളുടെ നിന്ദ്യത, അത് ഈ ലോകത്ത് വെച്ച് തന്നെ സംഭവിക്കുക എന്നുള്ളത് അത് നമ്മൾ സഹോദരങ്ങളെ മദീനയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ മൊത്തത്തിൽ നിന്ദരാക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ യഹൂദികൾക്കും ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരപ്പെടുത്തുകയാണ് ചെയ്തത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളോട് ശേഷം പറയുന്ന കാര്യം എന്താണ്? ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കാനില്ല എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ഖിയാമത്ത് നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനൊന്നുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാളെ പരലോകത്ത് അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുമെന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നത്. ഏറ്റവും വലിയ ഭയാനകമായ ഒരു ശിക്ഷയിലേക്കാണ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവർ ചെന്നകപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗത്തിൽ വിശ്വസിക്കുകയും ചില ഭാഗത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഈ യഹൂദികളെ കുറിച്ച്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 85-ാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ പ്രസക്തമായ വ്യാഖ്യാനങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേശ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അള്ളാഹുവിന്റെ ദീൻ യഥാവിധി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവന്റെ ഒരു അടിമയായി മാറാൻ നമുക്കേവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.